പക്ഷേ ഈ 10 കൽപ്പനകളെ കുറിച്ച് ആഴത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മനസ്സിലാവും ഈ 10 കൽപ്പനയെ ലംഘിച്ചിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞവരൊക്കെ ഈ ക്ലാസ് കഴിയുമ്പോൾ നേരെ തിരിച്ചു പറയും, ഉറപ്പാണ് 10 കൽപ്പനയെ ലംഘിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം നമ്മൾ ഇതിന്റെ ആഴങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുക ഏതൊക്കെ മേഖലകളിലാണ് നമുക്ക് വീഴ്ചകൾ വന്നിട്ടുള്ളത്. ആകയാൽ ഈ പറഞ്ഞ 10 കൽപ്പനകളിൽ ആദ്യത്തെ 4 കൽപ്പനയാണ് യേശു പറഞ്ഞ ഒന്നാമത്തെ കൽപ്പന. യേശു 2 കൽപ്പനകൾ പറഞ്ഞു എന്ന് പറഞ്ഞു, അതിൽ ഒന്നാമത്തേത്. അതായത് യേശു പറഞ്ഞ ഒന്നാമത്തെ കൽപ്പന, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുവിൻ. യേശു പറഞ്ഞ രണ്ടാമത്തെ കൽപ്പന, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുവിൻ. അപ്പോൾ ആദ്യം പറഞ്ഞത് ദൈവ മനുഷ്യ ബന്ധത്തെ സൂചിപ്പിക്കുകയും രണ്ടാമത് പറഞ്ഞത് മനുഷ്യ ബന്ധത്തെ സൂചിപ്പിക്കുകയും ചെയ്യുന്നതാണ്. 10 കൽപ്പനകളിൽ ആദ്യത്തെ 4 കൽപ്പന ദൈവ മനുഷ്യ ബന്ധത്തെ സൂചിപ്പിക്കുന്നതും അവസാനത്തെ 6 കൽപ്പന മനുഷ്യ ബന്ധത്തെ സൂചിപ്പിക്കുന്നതുമാണ്. ഇപ്പോൾ ഇവിടെ കുരിശ് ഇരിപ്പുണ്ട്. 2 ഭാഗമാണ് കുരിശിനുള്ളത്. ഒന്ന് മുകളിൽ നിന്ന് താഴേക്കും, 2 വശങ്ങളിലേക്കും. മുകളിൽ നിന്ന് താഴേക്കുള്ളത് ദൈവ മനുഷ്യ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഒരു വശത്ത് നിന്ന് മറുവശത്തേക്കുള്ളത് മനുഷ്യ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ദൈവ മനുഷ്യ ബന്ധവും മനുഷ്യ ബന്ധവും കൂടിച്ചേരുമ്പോൾ അത് എന്തായി മാറി? കുരിശായി മാറി. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്നെ പരിത്യജിച്ച് തന്നെ ക്രൂശെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരണം. നമ്മൾ പലപ്പോഴും ഇതിനെ വ്യാഖ്യാനിക്കാറ് നമ്മുടെ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ആവുന്ന കുരിശെടുത്തുകൊണ്ട് വരുന്നതിനെ കുറിച്ചാണ്. പക്ഷെ അത് മാത്രമല്ല അതിൻ്റെ അകത്തെ അർത്ഥം. അതിനകത്ത് ഇങ്ങനെ ഒരർത്ഥമുണ്ട്, ദൈവ മനുഷ്യ ബന്ധവും മനുഷ്യ ബന്ധവും ശരിപ്പെടുത്തിക്കൊണ്ട് നാം ക്രിസ്തുവിനെ അനുഗമിക്കണം എന്ന് പറഞ്ഞാൽ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ദൈവത്തെ അനുഗമിക്കുന്ന അനുഭവം നമുക്കുണ്ടാകണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. ഇന്ന് നമ്മൾ ആ തരത്തിലാണോ എന്ന് പരിശോധിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. 10 കൽപ്പനകളിൽ ആദ്യത്തെ 4 കൽപ്പനകൾ നമുക്ക് ആമുഖമായിട്ട് ഒന്ന് നോക്കാം. ആദ്യത്തെ 4 കൽപ്പനകൾ, അതിൽ 1, 2 കൽപ്പനകളെ ഞാൻ ഒന്നാക്കി മാറ്റുകയാണ്. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ വേറെ ദൈവം നിനക്കുണ്ടാകരുത്, ഒന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കി ആരാധിക്കരുത്. ഈ ആദ്യത്തെ 2 കൽപ്പനകൾക്ക് ഒരു കോമൺ ഹെഡിങ് കൊടുക്കുന്നു, വിഗ്രഹാരാധന. എന്താണ്? വിഗ്രഹാരാധന. ഇനി ഈ വിഗ്രഹാരാധന ഞാൻ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഒന്നാമത്തേത് ഹൃദയത്തിലെ വിഗ്രഹാരാധന, രണ്ടാമത്തേത് ശില്പങ്ങളോടുള്ള ആരാധന, മൂന്നാമത്തേത് സൃഷ്ടിയോടുള്ള ആരാധന. 3 തരത്തിലുള്ള വിഗ്രഹാരാധനയുണ്ട്. 1 ഹൃദയത്തിലെ വിഗ്രഹാരാധന, 2 ശില്പങ്ങളോടുള്ള ആരാധന, 3 സൃഷ്ടിയോടുള്ള ആരാധന. ഹൃദയത്തിലെ വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തെക്കാൾ കൂടുതൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ആരെ സ്നേഹിക്കുന്നുവോ അതാണ് ഹൃദയത്തിലെ വിഗ്രഹാരാധന. മനസ്സിൽ 1-ാം സ്ഥാനം കൊടുത്ത് ആരെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? ദൈവത്തിനാണോ 1-ാം സ്ഥാനം? ഇന്ന് ഏറ്റവും കൂടുതൽ 1-ാം സ്ഥാനം വരുന്ന ഒരു മേഖല നമ്മുടെ ബന്ധങ്ങൾക്കാണ്. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് കേരളത്തിന് വെളിയിൽ ജീവിക്കുന്ന ആളുകളുടെ ഒരു പ്രത്യേകത, അവർ ദൈവത്തെക്കാൾ കൂടുതൽ തങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നു എന്നതാണ്. കാരണം വേറൊന്നുമല്ല, നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ആയിട്ട് നമ്മളുടെ സ്നേഹം ഇങ്ങനെ ഒരുപാട് പകരാനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഇതെല്ലാം കൂടെ ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുക, നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ ജീവിത പങ്കാളിയിലേക്ക് ഒക്കെ. അപ്പൊ ദൈവത്തെക്കാൾ കൂടുതൽ ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവത്തെക്കാൾ കൂടുതൽ മക്കളെ സ്നേഹിക്കുന്നുണ്ടോ? ഇത് നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് പരിശോധിക്കേണ്ടിയിരിക്കുന്നു.
ദൈവത്തെക്കാൾ കൂടുതൽ ആരെ സ്നേഹിച്ചാലും ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ സഹനങ്ങൾ കടന്നു വരും. എന്തിനു വേണ്ടിയിട്ടാ? നാം തിരിച്ചറിഞ്ഞ് അത് തിരുത്താൻ വേണ്ടിയിട്ടാണ്. ഒരിക്കൽ ഗുജറാത്തിലെ വാപ്പി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങൾ ടീമായിട്ട് ധ്യാനകേന്ദ്രത്തിൽ നിന്ന് പോവാണ്. എറണാകുളത്ത് നിന്ന് ട്രെയിനിൽ കയറി തൃശ്ശൂർ എത്തിയപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു അപ്പനും മകളും കൂടെ ട്രെയിനിൻ്റെ അകത്ത് കയറി. രണ്ടുപേരെയും കണ്ടാൽ അറിയാം നല്ല നല്ല രീതിയിലുള്ള ഒരു കുടുംബത്തിൽ പറന്ന അപ്പനും മോളുമാണ്. അപ്പനും മോളോട് ഭയങ്കര സ്നേഹമാണെന്ന് എനിക്ക് ആദ്യ ആഴ്ചയിൽ തന്നെ മനസ്സിലായി. കാരണം വേറൊന്നുമല്ല, ഈ മകളുടെ 3-4 ബാഗുണ്ട്. ഈ 4 ബാഗും അപ്പൻ്റെ കയ്യിലാണ്. കൊച്ചിൻ്റെ കയ്യിൽ ഒരു സെൽഫോൺ ഇരിപ്പുണ്ട്, വേറൊന്നുമില്ല. അപ്പം കുഞ്ഞിൻ്റെ ബാഗ് പോലും അവളെ കൊണ്ട് ചുമപ്പിക്കാൻ അപ്പൻ തയ്യാറല്ല. അപ്പൻ ഇവരുടെ കൂടെ പോകുന്നില്ല, കൊച്ചിനെ ട്രെയിനിൻ്റെ അകത്ത് കയറ്റി ഇരുത്തി വെച്ച് പോകുന്ന. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ അപ്പൻ അമിതമായി ഈ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ആ കുഞ്ഞിൻ്റെ കയ്യിലിരിക്കുന്ന സെൽഫോണിൽ നോക്കിയപ്പോൾ നല്ല വിലപിടിപ്പുള്ള സെൽഫോണാണ് അവൾ ഉപയോഗിക്കുന്നത്. അപ്പൻ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് മോളോട് പറഞ്ഞു, മോളെ നീ വിളിക്കണം, എല്ലാ ദിവസവും വിളിക്കണം, 2 പ്രാവശ്യം വിളിക്കണം. ഭയങ്കര സ്നേഹം, കെട്ടിപ്പിടുത്തം, ഉമ്മ കൊടുക്കില്ല. എല്ലാം കഴിഞ്ഞ് അപ്പൻ ഇറങ്ങി പോകുന്നു. മോളാണെങ്കിൽ വണ്ടിയുടെ കഥയിൻ്റെ അവിടെ വന്ന് നിന്ന് അപ്പനെ യാത്ര അയക്കുന്നു. ട്രെയിൻ മൂവ് ചെയ്യുമ്പോഴും കൈ അപ്പൻ്റെ കയ്യിൽ നിന്ന് വിടുന്നില്ല. അങ്ങനെ ട്രെയിൻ മൂവ് ചെയ്തപ്പോഴത്തേനും അവളുടെ കൈ അപ്പൻ്റെ കയ്യിൽ നിന്ന് വിട്ടു. ടാറ്റായൊക്കെ കൊടുത്തു. അപ്പൻ അങ്ങോട്ട് പോയി, പ്ലാറ്റ്ഫോമിൽ നിന്ന് അങ്ങ് വിട്ടു. ഇവളവിടെ നിന്ന് ഇറങ്ങി നേരെ വന്ന് ഞങ്ങളിരുന്ന സീറ്റിന് എതിർവശത്തിരുന്നു. പെട്ടെന്ന് ഇവൾ 3ാമത്തെ ഈ ബങ്ക് ബെഡ് പോലെയാണല്ലോ ട്രെയിൻ, അപ്പൊ അതിന്റെ 3ാമത്തെ ഇതിന്റെ മുകളിലേക്ക് അവൾ കയറി. ഇതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങളുടെ അടുത്തിരുന്ന ഒരു ചെറുക്കൻ നേരെ പിടച്ച് ഇവളുടെ കൂടെ ആ 3ാമത്തെ ബെഡിന്റെ അവിടെ കയറി ഇരിപ്പ് തുടങ്ങി. ഇവരിതെല്ലാം കണ്ടോണ്ട് അവിടെ തന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഇവൻ ഇരിക്കുകയാണ്, ഇതെല്ലാം കണ്ടോണ്ട്. എന്നിട്ട് 2 ദിവസം എടുത്തു ഗുജറാത്തിലെത്താൻ. ഈ 2 ദിവസവും ഈ 2 എണ്ണോ ആ മോളിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് അവിടെ പലതരം കാഴ്ചകളൊക്കെ കണ്ടോണ്ടിരിക്കേണ്ടി വന്നു. അവസാനം കണ്ണ് ടവലൊക്കെ കെട്ടിയിട്ട് മൂടിയൊക്കെ ഇരിക്കേണ്ടി വന്നു. അതുപോലത്തെ അവസ്ഥയായിരുന്നു. ഞാൻ പറഞ്ഞത്, ദൈവത്തെക്കാൾ കൂടുതൽ മക്കളെ സ്നേഹിച്ചാൽ അത് നമുക്ക് നഷ്ടപ്പെടും, ഉറപ്പാണ്. ഒരു കുടുംബം ഒരിക്കൽ ധ്യാനകേന്ദ്രത്തിൽ വന്നു, ജർമ്മനിയിൽ നിന്നാണ്. എന്നെ വിളിച്ചത് ഒരു വെള്ളിയാഴ്ചയാണ്. എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ ഞായറാഴ്ച രാവിലെ വരും, ഞാനുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്, ധ്യാനം കൂടാൻ വരുന്നതാണ്. ഞാൻ പറഞ്ഞു, നാട്ടിൽ കുറച്ചു കാലം ഇപ്പോൾ ഉണ്ടാകുമല്ലേ? ഇല്ല അച്ഛാ, ധ്യാനം കൂടി വെള്ളിയാഴ്ച ധ്യാനം തീർന്ന് ശനിയാഴ്ച തന്നെ ഞങ്ങൾ തിരിച്ച് ജർമ്മനിക്ക് പോരും. അപ്പോൾ വരുന്നത് ധ്യാനം കൂടാൻ വേണ്ടി മാത്രമാണ്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ദൈവവചനം കേൾക്കാൻ ഇങ്ങനെ ഒരു കുടുംബം മുഴുവനായിട്ട് ഇത്രയും പണമൊക്കെ മുടക്കി നാട്ടിൽ വരുന്നു. ഇവരുടെ വിശ്വാസം, തീഷ്ണത എൻ്റെ ഉള്ളിൽ ഒത്തിരി അഭിമാനം തോന്നി. പക്ഷെ വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. അവരുടെ മൂത്ത മകൻ 12ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവന് ബ്രെയിൻ ട്യൂമറാണ്. ഡോക്ടർമാർ ഉപേക്ഷിച്ച അവസ്ഥയാണ്. 4 വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റിലാണ്. ഇനി അവൻ ഒരാഴ്ച ജീവിച്ചിരിക്കും എന്ന് ഏതോ ഡോക്ടർ പറഞ്ഞു. എന്നാൽ പിന്നെ ബാക്കിയുള്ള ഒരാഴ്ച അവനെ വചനം കേൾപ്പിക്കാം. അതാണ് അപ്പൻ്റെ അമ്മയുടെ ആഗ്രഹം. 2 പേരും കൂടെ വന്നു, 4 പേരും കൂടെ വന്നു. പക്ഷെ ഈ കൊച്ചിന് ജർമ്മൻ ഭാഷ മാത്രം അറിയാവുള്ളൂ, ഇംഗ്ലീഷ് പോലും വേണ്ടതുപോലെ വശമില്ല. കുഞ്ഞിലേ മുതൽ അവിടെ വളർന്നിട്ടുള്ള കുട്ടിയാണ്. അപ്പനും അമ്മയ്ക്കും മലയാളം അറിയാം, മക്കൾക്ക് 2 പേർക്കും ജർമ്മനെ അറിയാം. എന്തായാലും അവിടെ പുറകിൽ തന്നെ ധ്യാന ഹാളിന്റെ പുറകിൽ ഒരു കട്ടിലൊക്കെ ഇട്ട് കൊച്ചിനെ അവിടെ കിടത്തി ഞാൻ പ്രസംഗം തുടങ്ങി. പ്രസംഗം മുഴുവൻ മലയാളത്തിലാണ്. അപ്പൻ വളരെ ശ്രദ്ധയോടെ വചനം കേൾക്കുന്നു, ഒത്തിരി സന്തോഷമായി വരുന്നു. ഈ കുഞ്ഞിനെ കൗൺസിലിംഗ് ചെയ്യണം. ആര് കൗൺസിലിംഗ് ചെയ്യും? ജർമ്മൻ ഭാഷ അറിയാവുന്ന ആൾ വേണം. ഞങ്ങളുടെ തിരുമേനിക്ക് ജർമ്മൻ ഭാഷ അറിയാം, കാരണം തിരുമേനി ജർമ്മനിയിൽ ഒത്തിരി കൊല്ലം താമസിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ തിരുമേനിയെ വിളിച്ചിട്ട് പറഞ്ഞു, തിരുമേനി ഇങ്ങനെ ഒരു കൊച്ചു വന്നിട്ടുണ്ട്, തിരുമേനിക്കൊന്ന് സംസാരിക്കാം. തിരുമേനി പറഞ്ഞു, മോനെ ബുധനാഴ്ച ഞാൻ അവിടെ കുർബാന ചെല്ലാൻ വരാം, കുർബാന കഴിഞ്ഞിട്ട് ഞാൻ ആ കൊച്ചിനോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞു. സന്തോഷമായി. ബുധനാഴ്ച വെളുപ്പിന് ഒരു 5 മണിക്ക് എന്നെ വിളിച്ചിട്ട് തിരുമേനി പറഞ്ഞു, മോനെ അടൂർ ഒരു ശവണക്ക് വന്നിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. വ്യാഴവും വെള്ളി എനിക്ക് അവിടെ തന്നെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ നാട്ടിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് മോൻ കുർബാന ചെല്ലിക്കോ, കൊച്ചിനോട് മോൻ തന്നെ കൗൺസിലിംഗ് ചെയ്തോളാൻ പറഞ്ഞു. ജർമ്മൻ ഭാഷ അറിയാവുന്ന കൊച്ചിനെ മലയാളം മാത്രം അറിയാവുന്ന ഞാൻ എങ്ങനെ കൗൺസിലിംഗ് ചെയ്യാൻ?
ഞാൻ അന്നത്തെ കുർബാന ചൊല്ലിയത് സത്യത്തിൽ എൻ്റെ മനസ്സിൽ മുഴുവൻ സങ്കടമായിരുന്നു. ഞാൻ ആ കുർബാനയിൽ അപ്പം മുറിച്ച സമയത്ത് തമ്പുരാനോട് പറഞ്ഞു, തമ്പുരാനെ, പത്രോസ്ലീഹായിക്ക് പെന്തക്കോസ്തിയിൽ കൊടുത്ത വരം നീ ഇന്നെനിക്ക് തരണം. ഞാൻ ആ കൊച്ചിനോട് ഞാൻ മലയാളത്തിൽ സംസാരിക്കും, അവന് ജർമ്മൻ ഭാഷയിൽ മനസ്സിലാവണം. കാരണം എനിക്ക് വേറെ ഭാഷ അറിയാൻ പാടില്ല. കുർബാനയൊക്കെ കഴിഞ്ഞ് പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ കൊച്ചിൻ്റെ അടുത്ത് ചെന്നിട്ട് നല്ല മലയാളത്തിൽ ഞാൻ അവനോട് ചോദിച്ചു, മോനെ നിന്റെ പേരെന്താ? കുറച്ച് മലയാളമൊക്കെ അറിയാമായിരിക്കും, അപ്പം നമ്മെ മലയാളിയാണല്ലോ, പേരെന്താന്ന് ചോദിച്ചാലൊക്കെ അറിയായിരിക്കും. എന്തായാലും അവൻ പേര് പറഞ്ഞു. ഞാൻ പിന്നെ അവനോട് കുറച്ചുകൂടെ ചോദിച്ചു, മോനെ നിന്റെ രോഗം ദൈവം സുഖപ്പെടുത്തുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? അവൻ എന്നോട് പറഞ്ഞു. അവൻ പറഞ്ഞത് അവരുടെ ഭാഷയല്ല, പക്ഷെ എനിക്കത് മനസ്സിലായി. അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ രോഗം ദൈവം സൗഖ്യപ്പെടുത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ഭയങ്കര വിശ്വാസം ഈ കുഞ്ഞിന്. 2 ദിവസം മലയാളത്തിൽ ഉള്ള പ്രസംഗങ്ങൾ കേട്ടിട്ട് ആ കുഞ്ഞിന്റെ മനസ്സിൽ വലിയ വിശ്വാസം വർദ്ധിച്ചിരിക്കുന്നു. എനിക്ക് അത്ഭുതം തോന്നി. 3-4 കാര്യങ്ങൾ ഞാൻ അവരോട് ചോദിച്ചപ്പോഴത്തേനും ശക്തമായ വിശ്വാസത്തിന്റെ ഉത്തരങ്ങളാണ് കുഞ്ഞ് തരുന്നത്. സത്യത്തിൽ അവനെ ഞാൻ കൗൺസിൽ ചെയ്യായിരുന്നില്ല, അവൻ എന്നെ കൗൺസിലിംഗ് ചെയ്യുമായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഇനി നിന്റെ ആഗ്രഹം എന്താ? അവൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ഒരാഗ്രഹമുണ്ട്. എൻ്റെ പേരൻസൊക്കെ ഒത്തിരി പണമൊക്കെ ഉള്ളവരായിരുന്നുകൊണ്ട് എനിക്ക് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് തരാൻ അവർക്ക് പറ്റി. പക്ഷെ ഇങ്ങനെ എൻ്റെ അത്രയും അസുഖമുള്ള ആൾക്കാർ ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ ഒത്തിരി കുഞ്ഞുങ്ങൾ ജീവിക്കുന്നു. അപ്പോൾ എൻ്റെ പേരൻസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേരിൽ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെച്ച പണമൊക്കെ എൻ്റെ പേരിൽ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ക്യാൻസർ രോഗികളായിട്ടുള്ള കുഞ്ഞുങ്ങളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണമെന്ന് ഞാൻ ഇന്നലെ രാത്രി എൻ്റെ പപ്പായോടും മമ്മിയോടും പറഞ്ഞെന്നാ കുഞ്ഞിനോട്. വെറും 3 ദിവസത്തെ ധ്യാനം കൊണ്ട് 12 ക്ലാസ്സിൽ പഠിക്കുന്ന ആ കൊച്ചിനുണ്ടായ വിശ്വാസത്തിന്റെ വളർച്ച. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒത്തിരി പേരുണ്ട്, പക്ഷേ എന്നെ പോലെ രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എല്ലാ ക്യാൻസർ രോഗികൾക്കും വേണ്ടി ഞാൻ മരിക്കും വരെ പ്രാർത്ഥിക്കും എന്നാ കുഞ്ഞ് പറഞ്ഞു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, മോനെ മറ്റുള്ളവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഒരു പേരും കൂടെ ഓർത്ത് വെച്ചോളണം. ഏതാ പേര്? ഫാദർ ഗീവർഗീസ് വള്ളിക്കാട്ടിൽ, സുഗത ധ്യാനേന്ദ്രൻ, കോലഞ്ചേരി. ആള് ഞാൻ തന്നെയാണ്, എന്നെയും കൂടെ നീ പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് പറഞ്ഞു. അവന് സന്തോഷമായി, എനിക്ക് സന്തോഷമായി. അപ്പോൾ ഈ കുഞ്ഞിന്റെ മനസ്സിൽ ഇത്രയും പ്രത്യാശ വർദ്ധിച്ചു. പക്ഷെ കൊച്ചിന്റെ അമ്മ 24 മണിക്കൂറും കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ ഈ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾ എന്താ വചനം കേൾക്കാൻ വരാത്തത്? അപ്പൊ ഇവര് പറഞ്ഞാ ഈ ധ്യാനകേന്ദ്രത്തിലൊക്കെ പോകുമ്പോൾ അത്ഭുത രോഗസൗഖ്യം ഉണ്ടാവും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ കൊച്ചിന് രോഗസൗഖ്യം ഇപ്പൊ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നേരിട്ട് കാണാൻ അമ്മ നോക്കിയിരിക്കുക. ഇപ്പൊ ഉണ്ടാകുന്നതാണ്. ഞാൻ പറഞ്ഞു, എന്റെ സഹോദരി, രോഗസൗഖ്യത്തെക്കാൾ പ്രധാനം നിങ്ങളുടെ മനസ്സിന്റെ വിശ്വാസം മാറുന്നതും കാഴ്ചപ്പാടുകൾ മാറുന്നതുമാണ്. ജീവനും മരണവും ഒക്കെ എന്തായാലും ഒരു കാലത്ത് നടക്കാനുള്ളതാണ്. അതിനേക്കാൾ അപ്പുറമായി യേശുവിനുള്ള വിശ്വാസം വളരാനും ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ നേരിടാനും ഒക്കെ പഠിക്കണം. അതാണ് ഈ ധ്യാനത്തിന്റെ അർത്ഥം. എവിടെ ഇതൊന്നും തലയിലേക്ക് കയറുന്നില്ല. ധ്യാനം കഴിഞ്ഞ് അപ്പനും 2 മക്കളും സന്തോഷമായിട്ട് പോയി. അമ്മയ്ക്ക് മാത്രം ഒരു സന്തോഷമില്ല. അന്ന് രാത്രി ഈ കുഞ്ഞ് ഒരു ഫിക്സ് വന്ന് പൂർണ്ണമായിട്ടും തളർന്നുപോയി. വെള്ളിയാഴ്ച രാത്രി. ശനിയാഴ്ച രാവിലെ ഈ കുഞ്ഞിനെ കൊണ്ട് അവർ ഫ്ലൈറ്റിൽ ജർമ്മനിക്ക് തന്നെ തിരിച്ചു പോരുകയും അവർ പറഞ്ഞത് എയർപോർട്ടിൽ ആംബുലൻസ് വന്ന് കുഞ്ഞിനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും ചെയ്തു. ആ സമയത്ത് 2ാമത്തെ ഒരു ഫിക്സ് കൂടെ കൊച്ചിന് വന്നു. അവൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു, ബോധമൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഈ കുഞ്ഞ് കണ്ണ് തുറന്ന് കാണില്ല, വാ തുറന്ന് അമ്മ എന്ന് വിളിക്കില്ല, 24 മണിക്കൂറിനുള്ളിൽ ഒരു ഫിക്സ് കൂടെ ഉണ്ടാവും, അതിനുള്ളിൽ കൊച്ചു മരിക്കും. അതാണ് കാര്യം. ഇത് കേട്ടതോടുകൂടി അമ്മയാകെ തകർന്നു പോയി. ധ്യാനം കൂടിയിട്ട് ഒരു ഗുണം ഉണ്ടായില്ല. കൊച്ചു മരിക്കാൻ പോവുക. ഈ അമ്മ ദൈവത്തെ പഴിച്ചുകൊണ്ട് ആ ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ ഓടി നടന്ന് കരയുകയാണ്. അപ്പൊ ഈ അങ്കിൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ആന്റി അങ്ങോട്ട് വയലന്റ് ആയിട്ട് ഓടി നടക്കുവാണ്, അച്ഛൻ ആന്റിയോടൊന്ന് സംസാരിക്കണം. ഞാൻ എന്താ പറയേണ്ടത്? ഫോൺ കൊടുക്കാൻ പറഞ്ഞു. ഫോൺ കൊടുത്തു. ഫോൺ വാങ്ങിച്ചിട്ട് ആ ആന്റിയോട് ഞാൻ ചോദിച്ചു, എന്തിനാ കരയുന്നത്? ആന്റി പറഞ്ഞു, കർത്താവ് എന്റെ കൊച്ചിനെ എടുക്കുവാണ്. അതാണ് ആന്റി. ദൈവം എന്റെ കൊച്ചിനെ വിളിക്കാൻ പോവാണ്.
ദൈവം എൻ്റെ കൊച്ചിനെ ഏറ്റെടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ കിടന്ന് കരയുകയാണ്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് തെറ്റാണ്. നിങ്ങളുടെ കുഞ്ഞല്ല ഈ കുഞ്ഞ് ദൈവത്തിന്റെ മകനാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം ഈ കുഞ്ഞിൽ നടക്കുവാൻ പ്രാർത്ഥിക്കുക. എൻ്റെ കുഞ്ഞ്